നമസ്കാരം. നമസ്കാരം. ചേട്ടാ, നമ്മുടെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ടൊരു ഡീപ്പ് ഫേക്ക് AI വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു. അത് പ്രചരിപ്പിച്ച അൻസാരി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഇപ്പോൾ ഒരു പുതിയ മാപ്പ് വീഡിയോയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരൻ മാത്രമല്ല, നമ്മുടെ ഗംഗയെ കാർക്കിച്ച് തുപ്പണം, ഗംഗാ നദിയിൽ കാർക്കിച്ച് തുപ്പണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് പങ്കുവച്ച സക്കറിയ മണ്ണൂരും മാപ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ രണ്ട് വിഷയങ്ങൾ ഏകദേശം സമാന രീതിയിൽ ഉള്ള ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചുകൊണ്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഇവരുടെ മാപ്പ് നമ്മൾ എങ്ങനെ രീതിയിൽ ചേട്ടൻ എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ മാത്രമല്ല, ഇതിനെതിരെ വലിയൊരു ജനരോഷം തന്നെ ഉയർന്നിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ ഡീപ്പ് ഫേക്ക് വന്നപ്പോഴോ ഈ ഗംഗയിൽ കാർക്കിച്ച് തുപ്പണമെന്നോ ഉള്ള സക്രിയ മണ്ണൂരിൻ്റെ പോസ്റ്റ് വന്നപ്പോഴോ ഉള്ള ഒരു പ്രതികരണം നോക്കിയാൽ അറിയാം. സംഘപരിവാർ അനുകൂല ഹാൻഡിലുകൾ മാത്രമല്ല, സാധാരണക്കാർ പോലും അതിനെതിരെ വളരെ രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയൊക്കെ വെച്ച് ലോക നേതാക്കളെയും വെച്ച് ഡീപ്പ് ഫേക്ക് AI ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് വലിയ കുറ്റമാണ്. നിയമപ്രകാരം തന്നെ ഈ ഏറെ നാൾ ശിക്ഷ അനുഭവിക്കാവുന്ന ഒരു കുറ്റമാണ്. അതിനെതിരെ പ്രതികരണങ്ങൾ ശക്തമായി ഉണ്ടായി. നിയമ നടപടികളിലേക്കും ആളുകൾ കടന്നു തുടങ്ങിയിട്ടുണ്ട്. മറുവശത്ത് സക്രിയ മണ്ണൂർ, അയാൾ ഭാരതത്തിൻ്റെ സംസ്കൃതിയുടെ ഒരു അടിസ്ഥാനങ്ങളിലൊന്നായിട്ടുള്ള പുണ്യനദിയായ ഗംഗയിലാണ് കാർക്കിച്ച് തുപ്പണമെന്ന് പറഞ്ഞു. തിരിച്ച് ചോദ്യങ്ങൾ ഉയർന്നത് അവരുടെ സംസം കിണറിലോ മുഹമ്മദിൻ്റെ പേരിൻ്റെ നേരെയോ ഖുറാൻ്റെ നേരെയോ ആരെങ്കിലും കാർക്കിച്ചു തുപ്പണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം തുടങ്ങിയ രൂക്ഷമായ പ്രതികരണങ്ങൾ അയാൾക്ക് നേരെ ഉണ്ടായി. സക്രിയ മണ്ണൂരിൻ്റെ കാര്യത്തിൽ ഗുരുതരമായിട്ട് ഈ പ്രശ്നം ഗുരുതരമാകുന്നത് അയാൾ മാപ്പ് പറഞ്ഞു. അവരുടെ മാപ്പിലേക്ക് ഞാൻ വരാം. അയാൾ മാപ്പ് പറയുന്നു. അതിന് മുൻപൊക്കെ ഉള്ളത് ജൂൺ 20 അതോ ജൂൺ 19 അയാളെ മണ്ണൂരിൻ്റെ UDF മൊത്തം ഒരു കോർഡിനേഷൻ്റെ ചെയർമാനാക്കി അവർ തിരഞ്ഞെടുത്ത് പുരസ്കൃതനാക്കി അയാളുടെ ഈ ധീരകൃത്യങ്ങൾക്ക്. അതിൻ്റെ അടിസ്ഥാന കാരണം അയാൾ കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്നു പലരും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം ആദരണീയനായ മുൻവർ അലി തങ്ങളോടൊപ്പം ഷിഹാബ് തങ്ങളുടെ കാണാൻ ചെന്നപ്പോൾ ഷിഹാബിൻ്റെ ഒപ്പം നിൽക്കുന്ന അയാളുടെ ഫോട്ടോയ്ക്ക് കീഴിൽ ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആ കമൻറ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ഇതിനൊപ്പം ചേർക്കാം. ശ്രദ്ധിച്ചത് അയാളുടെ സുഹൃത്തുക്കളിൽ ഒരാൾ പച്ച ഷർട്ട് ഇടാമായിരുന്നു. അപ്പോൾ വളരെ മനോവേദനയോടുകൂടി സക്രിയ പറയുന്നതാണ്, പച്ച നോക്കിയിട്ട് കിട്ടിയില്ല, ഇത് ഉദ്ദേശിച്ചത്ര പച്ചയല്ല എന്ന് തോന്നുന്നു, ഉണ്ണി വന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ വിഷമമായി എന്ന് പുള്ളി വളരെ മനോവേദനയോടുകൂടിയാണ് പറയുന്നത്. പാണക്കാട് ഷിഹാബിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ ഒരു പച്ച ഷർട്ട് കിട്ടിയില്ല എന്നുള്ളത്. അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളാണ് ഗംഗാനദിയിൽ കാർക്കിച്ച് തുപ്പണമെന്ന് പറയുന്നത്. അവിടെയാണ് അതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത്. UDFൻ്റെ മണ്ണൂരോ മറ്റോ ഉള്ള ചെയർമാനുമാണ് ഇപ്പോൾ ഈ വ്യക്തി. ഇവർ മാപ്പ് എന്നുള്ളത് ഇവരുടെ അടിസ്ഥാന ഒരു സ്വഭാവമാണ്. കാരണം ഈ ജിഹാദി മനസ്സ് സൂക്ഷിക്കുന്നവരുടെ എല്ലാം എപ്പോഴുമുള്ള ധൈര്യം അവരുടെ സംഘബലമാണ്. അവർ സംഘടിതമായിട്ട് നിൽക്കുമ്പോൾ നാരെ തക്ബീർ അല്ലാഹു അക്ബറൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങൾ ലോകം കീഴടക്കുമെന്നും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആവുമ്പോൾ ഉടുമുണ്ട് നനയുന്നതുമാണ് ഇവരുടെ ഒരു പരമ്പരാഗത ശീലം. പക്ഷേ ഈ മാപ്പ് കൊണ്ട് ഈ പ്രശ്നങ്ങളുടെ ഒരു ഗൗരവം കുറയുന്നില്ല. അവർ ചെയ്ത പ്രശ്നത്തിൻ്റെ ഒരു കുറ്റകൃത്യം എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാട് മാറുന്നില്ല. തന്നെയുമല്ല, ഒരു മാപ്പിൽ ഒതുക്കാവുന്ന കാര്യവുമല്ല. ഈ അൻസാരി കരിപ്പടിയുടെ മാപ്പ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, നിങ്ങൾക്ക് വിഷമമുണ്ടായെങ്കിൽ ഞാൻ ക്ഷമ പറയുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും. അയാൾ അഹങ്കരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അയാൾ ചെയ്ത പ്രവർത്തിക്ക് അത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ AI കാലത്ത് അനീഷ ഒരു പെൺകുട്ടിയാവുമ്പോൾ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇന്ന് പ്രധാനമന്ത്രിയെക്കുറിച്ച് ഡീപ്പ് ഫേക്ക് ചെയ്തവൻ അയാൾ പറയുന്നത് അയാളല്ല ചെയ്തതെന്നാണ്. അത് വിശ്വാസത്തിൽ എടുക്കേണ്ട കാര്യമേ ഇല്ല. അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ചെയ്തത് അൻസാരി കരിപ്പടിയാണോ അല്ലെങ്കിൽ ചെയ്ത അൻസാരി കരിപ്പടിക്ക് അത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് നിയമ സംവിധാനങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അൻസാരിക്ക് എന്ത് കള്ളവും പറയാം. കാരണം അടിസ്ഥാനപരമായിട്ട് തക്കി അയാളുടെ ഉള്ളിൽ പഠിപ്പിച്ച് നിർപ്പിച്ചിരിക്കുന്ന മതഭ്രാന്ത് തന്നെ പഠിപ്പിച്ചു കൊടുത്തതാണ് കള്ളം ആവശ്യത്തിനൊക്കെ പറയാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അയാളെ വിശ്വാസത്തിലെടുക്കേണ്ട കാര്യമില്ല. നിയമ നടപടികൾ അതുമായി മുന്നോട്ട് പോട്ടെ. സക്രിയ മണ്ണൂരിൻ്റെ കാര്യത്തിലാണെങ്കിൽ രാജ്യം മുഴുവൻ പല ഭാഗങ്ങളിലായി ഒരുപാട് കയറി ഇറങ്ങേണ്ടി വരുമെന്നാണ് അവസാനമായിട്ട് എനിക്കറിയുവാൻ കഴിഞ്ഞത്. അതിനുള്ള ചായമുടയും വേറെ കൊടുക്കുന്നുണ്ട് ആളുകൾ. പക്ഷേ ഇന്ന് പ്രധാനമന്ത്രിയുടെ പേരിലൊരു ഡീപ്പ് ഫേക്ക് ചെയ്ത വ്യക്തി നാളെ ഏതെങ്കിലും സ്ത്രീക്ക് നേരെ ഇത്തരത്തിലുള്ള ആയുധം ഉപയോഗിക്കില്ലെന്ന് ആർക്കാണ് ഉറപ്പ്? തന്നെയുമല്ല, അങ്ങനെ ഉപയോഗിച്ചാലും ഇല്ലെങ്കിൽ പോലും അയാൾ അപമാനിച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അതും ഒരു ഡീപ്പ് ഫേക്ക് വീഡിയോ വെച്ചിട്ട്. അതാര് ചെയ്തതോ അല്ലയോ അത് നിയമ സംവിധാനങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ മാപ്പിനൊന്നും പ്രസക്തിയില്ല. മാപ്പൊക്കെ അവർ കയ്യിൽ വെച്ചോട്ടെ.
നിയമ നടപടികൾ അതിൻ്റെ വഴിക്ക് പോട്ടെ. അതാണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം. പൊതുജനങ്ങളും അത് തന്നെയാണ് പറയുന്നത്. കാരണം ഇവരുടെ ഒരു ഏകസ്വരത്തിൽ അക്രോസ് ദ ബോർഡ് ആൾക്കാർ പറയുന്നത് അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ ഇങ്ങനത്തെ ഒരു വിഷയം കുറച്ചധികം നാളുകളായിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും രാജ്യത്തെയും ഒക്കെ അവഹേളിച്ചുകൊണ്ടുള്ള വീഡിയോസും പോസ്റ്റുകളും ഒക്കെ ചെയ്യാറുണ്ട്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർ മാപ്പുമായിട്ട് ആളുകൾ പ്രതികരിക്കുന്നു എന്നറിയുമ്പോഴത്തേക്ക് ഇവർ മാപ്പുമായിട്ട് വരും. ഇത് വീണ്ടും തുടരുന്നു. പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഇപ്പൊ കഴിഞ്ഞ ഈ 2 സംഭവങ്ങളിലും പൊതുജനങ്ങൾ BJP പോലെ രാഷ്ട്രീയ പാർട്ടി അതിൽ നടപടി സ്വീകരിക്കാനായിട്ട് ഇപ്പം അഭിജിത്ത് രാധാകൃഷ്ണൻ പുള്ളി സോഷ്യൽ മീഡിയ കൺവീനറാണ്, അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പൊ പൊതുജനങ്ങളും അതിന് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇനി ഒരു രക്ഷയില്ല, ഇങ്ങനത്തെ ഇനി ഇതുപോലുള്ള സാഹസങ്ങൾക്ക് മുതിരില്ല എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോഴുണ്ടായൊരു മാറ്റമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇതെല്ലാം അവരെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോട്ടെ, ഈ അവരുടെ ന്യായം അന്ന് ശരിയായിരുന്നു. കാരണം ഈ അൻസാരി കരിപ്പടി എന്ന് പറയുന്ന ഒരു മ്ലേച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇടിയുന്നതാണോ നരേന്ദ്രമോദിയുടെ ഒരു പ്രതിച്ഛായ? അല്ല. പക്ഷേ ഇത്തരത്തിലുള്ളൊരു കാര്യത്തിനെ അങ്ങനെ കണ്ട് കടന്നുപോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. തന്നെയുമല്ല അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഇപ്പോഴുമുണ്ട് ആൾക്കാർ. ഈ സക്രിയ മണ്ണൂരിനൊക്കെ സ്ഥാനക്കയറ്റം കൊടുത്ത് പുരസ്കൃതരാക്കി സോഷ്യൽ മീഡിയ വന്നപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. തന്നെയുമല്ല പ്രതികരിക്കുവാനും തുടങ്ങി. അതെ അതെ, G7 ഉച്ചകോടിയിൽ നടന്ന കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ഇന്ത്യ അതിലൊരു അംഗമല്ലെങ്കിൽ പോലും ഇന്ത്യക്ക് കൊടുത്ത ഒരു ആദരവ്, ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ സ്വീകരണം, ഓരോ നേതാക്കന്മാർ വന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയോടുള്ള സമീപനങ്ങൾ എല്ലാം നമ്മൾ ആ വീഡിയോസ് എല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ട്രംപ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തതാണ്, നമ്മളും വാർത്തകൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രാജ്യം ലോകത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രിയും അതേപോലെ ആഗോള നേതാവാണ്. അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരാളെ അപകീർത്തിപ്പെടുത്തുക അല്ലെ അധിക്ഷേപിക്കുക ചെയ്യുമ്പോൾ ഇപ്പം സാധാരണക്കാർ പോലും അതിനെതിരെ ശബ്ദം ഉയർത്തുകയാണ്. തീർച്ചയായിട്ടും അത് പ്രതികരണമാണ് ഇതിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യസ്തത. കാരണം നേരത്തെ ഇത്തരത്തിൽ പ്രതികരിക്കാതെ ആളുകൾ കടന്നുപോയിരുന്നു. തന്നെയുമല്ല ഇവർക്ക് പ്രോത്സാഹനം നൽകുന്ന ആളുകൾ നിരവധിയായിരുന്നു. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ സംഭവം, ആ കൈവെട്ടിയ സംഭവത്തിന് MA ബേബി പറഞ്ഞത് ജോസഫ് മാഷിനെതിരായിട്ട് കുറച്ചും കൂടി നോക്കിയും കണ്ടുമൊക്കെ എഴുതണമായിരുന്നു മുഹമ്മദിൻ്റെ പേരിലെന്നുള്ളതാണ്. ആ അരയിൽ സ്വന്തം ബോംബ് കൊണ്ട് കിടന്ന് പൊട്ടി കാല് പോയ ഒരാളുണ്ടല്ലോ, അബ്ദുൽ നാസർ മദനി. അയാൾ പരസ്യമായിട്ട് ഒരു കഥ ഉദാഹരണമായി പറഞ്ഞ് മുഹമ്മദിനെ അപമാനിച്ച സ്വന്തം അച്ഛൻ്റെ തല വെട്ടുക ഒരു മകൻ്റെ കഥ പറഞ്ഞ് കൈയല്ല തലയാണ് വെട്ടേണ്ടതെന്ന് പറഞ്ഞ വീഡിയോ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്. ഇത്തരത്തിൽ ഉള്ള ഒരു ധൈര്യം അവർക്ക് നൽകുവാനുള്ള ഭരണകൂടങ്ങളും MLA മാരും ഉണ്ടായിരുന്നു. ഈ അബ്ദുൽ നാസറിൻ്റെ മദനിയുടെ വിടുതലിന് വേണ്ടിയിട്ട് 140 MLA മാരാണ് കേരള നിയമസഭയിൽ. ഈ ഒരു വിഷയം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലോ മലയാളികളാണ് കൂടുതലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നത്. തീർച്ചയായിട്ടും ഉത്തർപ്രദേശിലൊക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പാടത്ത് പണി വരമ്പത്ത് കൂലി എന്നുള്ളതാണ്. ഈ വീഡിയോ ഇറങ്ങുന്നു, പോലീസ് വരുന്നു, കൈകാര്യം ചെയ്യുന്നു, മാപ്പ് പറയുന്നു, അടുത്തവൻ ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അതിൻ്റെ എണ്ണം കുറഞ്ഞു വരും. അത് അങ്ങനെ മാത്രമാണ്, അങ്ങനെ തന്നെയാണ് ഇവരെ കൈകാര്യം ചെയ്യേണ്ടത്. പലരും പറയുന്നുണ്ട് നിയമവ്യവസ്ഥയ്ക്ക് അപ്പുറത്തേക്കുള്ള പ്രവർത്തനമാണെന്നുള്ളത്. ഞാൻ പറയുന്നത് ഇവരെ പാടില്ല, ഇവരെ ഒരു ഉദാഹരണമാക്കണമെന്നുള്ളതാണ് ചെയ്യേണ്ടത്. അടിസ്ഥാനപരമായിട്ട് ഇവരുടെയൊക്കെ കേസുകൾ ഫയൽ ചെയ്യപ്പെടേണ്ടതും ഇവർ കോടതി കയറി ഇറങ്ങേണ്ടതും ഉത്തർപ്രദേശിലും പശ്ചിമ ബംഗാളിലും സാധിക്കുമെങ്കിൽ ആസാമിലുമാണ്. ഉത്തർപ്രദേശിനെയും പശ്ചിമ ബംഗാളിനേക്കാളും ഒക്കെ നല്ല സ്വീകരണമായിരിക്കും ഇവർക്ക് അസമിൽ കിട്ടുന്നത്. ഗംഗാനദി ഒഴുകുന്ന സംസ്ഥാനങ്ങളിലെല്ലാം കേസുകൾ വരികയാണെങ്കിൽ നല്ലത്. അത് തന്നെ ഉത്തർപ്രദേശിലും തുടങ്ങണം. ഈ ഇവരങ്ങോട്ടേക്ക് കയറ്റി അയക്കുമ്പോൾ സക്രിയയ്ക്ക് നമ്മൾ വേണമെങ്കിൽ ടിക്കറ്റ് സ്പോൺസർ ചെയ്യാം, എന്നിട്ട് വിവരങ്ങൾ യോഗിക്ക് പറയാം. അത്തരത്തിലുള്ള കൈകാര്യമാണ് ഇവർ അർഹിക്കുന്നത്, സത്യസന്ധമായി പറയുകയാണെങ്കിൽ. കാരണം ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് ചേട്ടാ, ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലാവണം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത്. തീർച്ചയായിട്ടും അനീഷ, പിന്തുണയ്ക്കുന്ന വ്യക്തിത്വങ്ങൾ 2 തരത്തിലാണ്. ആദ്യത്തേത് ഇവർക്ക് ഈ ജിഹാദികൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വിഡ്ഢികളെന്ന് അവർ കണക്കാക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരുമാണ്. അവർ സംഘപരിവാർ വിരോധം കൊണ്ടോ അല്ലെങ്കിൽ BJPയുടെ വളർച്ച കൊണ്ടോ അവർക്ക് ഏൽക്കേണ്ടി വരുന്ന തളർച്ച കൊണ്ടോ ആണ് ഈ ജിഹാദികളെ പിന്തുണയ്ക്കുന്നത്. ജിഹാദികൾ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നവരെ പിന്തുണയ്ക്കുന്നത് അടിസ്ഥാനപരമായിട്ട് അവരുടെ ഉള്ളിൽ കുത്തിവയ്ക്കപ്പെട്ടിട്ടുള്ള വർഗീയ വിഷം കൊണ്ട് മാത്രമാണ്. കാരണം ഈ മതേതരത്വം, സർവ്വമത സമഭാവന, ഇതൊന്നും നമ്മൾ മാത്രം ചുമന്നുകൊണ്ട് നടക്കേണ്ട ഒരു ബാധ്യതയല്ല. അത് ഇന്ന് ഹിന്ദുക്കൾ കൂടുതൽ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ അൻസാരിയും സക്രിയയും ഒക്കെ മാപ്പെങ്കിലും പറയുവാനുള്ള ഒരു സാധ്യതയ്ക്ക് വഴി തുറന്നിരിക്കുന്നത്. അനീഷയ്ക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഈ CAAയും നോട്ട് നിരോധനവും ഒക്കെ നടപ്പാക്കിയ സമയത്ത്
ഒരു വലിയ വളരെ കുപ്രസിദ്ധമായൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു അമ്മയും മകളും, ഒരു ഉമ്മയും മകളും കൂടി ഇരുന്നിട്ട് മകൾ മോദിയെ കൊല്ലണമെന്ന് പറയുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് മോദിയെ കൊല്ലിക്കണമെന്ന് പറയുന്നു. ആ കൊച്ചു കുഞ്ഞിന് മോദി ആരാണെന്നോ കൊല്ലൽ എന്താണെന്നോ അറിയണമെന്നില്ല. ഇതെവിടുന്ന് കിട്ടി ആ കുഞ്ഞിന് അത്തരത്തിലൊരു അറിവോ അല്ലെങ്കിൽ ആ കുഞ്ഞിന് അങ്ങനെ പറയാനുള്ള സ്ക്രിപ്റ്റ്, എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് ആയിരിക്കണമെന്നില്ല. ഉമ്മയും വാപ്പയും വീട്ടിലുള്ള മറ്റുള്ളവരും പറഞ്ഞ് 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 കേട്ടിട്ടുള്ളൊരു വെറുപ്പായിരിക്കണം. നരേന്ദ്രമോദിയോട് രാഷ്ട്രീയ വിരോധമാകാം. ചിലപ്പോഴൊക്കെ അറിയാതെ തമാശയ്ക്ക് നമ്മൾ പറയാറുണ്ട്, ഇവിടെ പലയിടത്തും നിന്നെ ഞാൻ തല്ലിക്കൊല്ലും എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പണ്ടാരക്കാലിനെ കൊല്ലണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ സ്വകാര്യതയിൽ പറയുന്ന ഒരു കാര്യം, അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എനിക്കറിയുന്ന കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള മറുപടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ എന്നെ പോലുള്ള പല ആൾക്കാരും ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി അധിക്ഷേപിക്കുമ്പോൾ അതിനുള്ള മറുപടി കൊടുത്ത് ഇപ്പൊ അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ആലോചിച്ച് നോക്ക് ഇവർ എത്ര ബുദ്ധിപൂർവമായിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന്. കാരണം ആ കുഞ്ഞിനെ പറയുമ്പോൾ ഉമ്മയാണെങ്കിൽ എനിക്കൊരു പരിധി വരെ പറയാം, അനീഷയ്ക്ക് തിരിച്ച് മറുപടി പറയുമ്പോൾ വലിച്ചു കീറി ഒട്ടിക്കാം. കുഞ്ഞിനെ നമ്മൾ എന്ത് പറയും? ഒന്നും പറയാൻ സാധിക്കില്ല. ആ കുഞ്ഞിന് അറിയില്ല ഉമ്മയാണ് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയ്ക്ക് പറയാം, അയ്യോ എൻ്റെ കുഞ്ഞങ്ങനെ പറഞ്ഞു പോയി, ഞാനതിന് മാപ്പ് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഞങ്ങളതിനെ വീഡിയോ ഡിലീറ്റ് ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ പിന്നെയും ഒരു പടി കടന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ പേരിൽ കേസ് വരും. അത് പോക്സോ കേസ് വന്നില്ലെങ്കിൽ ഭാഗ്യമെന്ന് പറയാം. അത്തരത്തിൽ വളരെ ബുദ്ധിപൂർവമാണ് ഈ ക്രിമിനലുകൾ പ്രവർത്തിക്കുന്നത്. ക്രിമിനലുകളുമല്ല, ഭീകരവാദികൾ പ്രവർത്തിക്കുന്നത്. ആ കുഞ്ഞിനെയും വളർത്തി വളർത്തി ഒരു ഭീകരവാദി ആക്കുവാനുള്ള ഒരു പരിശീലനമാണ് നൽകുന്നത്. അല്ല ചേട്ടാ, ഇത് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കൂട്ടം ആൾക്കാരാ, ജിഹാദി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു കൂട്ടം ആൾക്കാരാ. എന്നാൽ നമ്മുടെ മോദിജി എത്ര മുസ്ലിങ്ങളെ ചേർത്ത്, നല്ല നല്ല മുസ്ലിം ആളുകൾ ചേർത്ത്, അപൂർവമായിട്ടാണെങ്കിൽ മുത്തലാഖ് നിരോധനം വന്നപ്പോൾ നമ്മൾ കണ്ടതല്ലേ, മുസ്ലിം സ്ത്രീകൾ അദ്ദേഹത്തിനോടുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിച്ച ഒരുപാട് ചിത്രങ്ങളും വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ്. അനീഷ നേരത്തെ പറഞ്ഞ മാറ്റങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ അപൂർവമായിട്ടാണെങ്കിൽ പോലും, ചിലപ്പോൾ പുറത്തു പറയാത്ത പലരും കാണുമായിരിക്കും, ആണുങ്ങളുടെ ഇടയിൽ തന്നെ നരേന്ദ്രമോദിക്ക് ആരാധകർ കൂടുന്നുണ്ട്. ഫസൽ റഹ്മാനെ പോലുള്ളവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യമായി തന്നെ അത് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ അബ്ദുള്ള കുട്ടിയോ എന്ന് ചോദിക്കും. അബ്ദുള്ള കുട്ടി രാഷ്ട്രീയ പ്രവർത്തകനായതുണ്ട്. ഫസൽ റഹ്മാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല. പക്ഷേ അത്തരത്തിലുള്ള പലരും ഒരു സത്യം തിരിച്ചറിഞ്ഞാൽ, പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. അങ്ങനെയാണ് ഈ മതത്തിനെ നമ്മളൊരു മറ്റൊരു കണ്ണിലൂടെ കാണാൻ പ്രേരിപ്പിക്കപ്പെടുന്നത്. കാരണം അങ്ങനെ പിന്തുണയ്ക്കുന്ന പലരും, ആരാധിക്കുന്ന പലരും, അല്ലെങ്കിൽ അദ്ദേഹത്തെ തിരിച്ചറിയുന്ന പലരും ഒന്നെങ്കിൽ ഈ മതം വിട്ട് പുറത്ത് വന്നവരാണ്. അത് അങ്ങനെയാണെങ്കിൽ ആ മതത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആ മതത്തിലുള്ളവരാണ്. കാരണം ഈ മതത്തിൽ നിൽക്കുന്നവർ, ഉറച്ചു നിൽക്കുന്നവർ ഇത്തരത്തിൽ വിഷം തുപ്പുകയും ഇത്തരത്തിലുള്ള കുറ്റകരമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുകയും രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയും പ്രവൃത്തികളും ചെയ്യുമ്പോൾ ആ മതത്തിൻ്റെ കുഴപ്പം കൊണ്ടാണോ അതെന്നുള്ളത് ചിന്തിക്കേണ്ടത് മതത്തിലുള്ളവരും മതപണ്ഡിതന്മാരുമാണ്. അത് ചിന്തിക്കാത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. കാരണം സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ് ഇപ്പോൾ. പഴയ പോലെ 1921 കത്തി ഞങ്ങൾ കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഗൂർഖ കത്തി ഞങ്ങളുടെ കയ്യിലും ഉണ്ട് ചേട്ടാ, അന്ന് ക്യാമ്പ് ആക്രമിച്ചപ്പോഴുള്ള അനുഭവം മൂത്താപ്പന്മാരോടൊന്ന് ചോദിച്ചാൽ മതി എന്ന് തിരിച്ചു പറയുന്നവർ വന്നു തുടങ്ങി. അതാണ് പ്രശ്നം. അതുകൊണ്ട് അവരിപ്പോ മാപ്പ് പറയേണ്ട സിറ്റുവേഷനിലെത്തി. മാപ്പല്ല ഇനിയിപ്പം അങ്ങനെ ഒരു അവസരം പോലും അവർ ഉണ്ടാക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനത്തെ ഒരു അല്ല, ഇതിന്റെ ഒരു പരിസമാപ്തി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇവർ തിരുത്തപ്പെടും, അല്ലെങ്കിൽ ഈ മാറ്റത്തിന്റെ ഇന്ധനമായി മാറി അങ്ങ് മാഞ്ഞു പോകും. അത്രേ ഉള്ളൂ. ഇപ്പൊ ഇത്ര നാൾ ഇവരെ സപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ ഇപ്പൊ ഇല്ല. കാരണം ഈ പ്രധാനമന്ത്രിക്കെതിരെ ഡീപ് ഫേക്ക് വീഡിയോ ചെയ്ത ഒരാളെ നാളെ ഉത്തർപ്രദേശിൽ നിന്ന് പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ്. വി.ഡി. സതീശനും പിണറായി വിജയനും പിന്തുണയ്ക്കുമോ? ഫാഷിസമാണെന്ന് പറയുമോ? പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വി.ഡി. സതീശൻ ഈ അധികാരം കിട്ടിയ ആ ഒരു സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വി.ഡി. സതീശൻ ഇപ്പൊ ഇതുപോലെ വ്യാജ ഫോട്ടോ വെച്ച് അധിക്ഷേപിക്കുന്നു, അങ്ങനെ പരാതി കൊടുത്ത് ഞാനൊരു വാർത്ത എവിടെ കണ്ടതാണ്. അപ്പൊ ഇങ്ങനൊരു പ്രധാനമന്ത്രിക്കെതിരെ ഇങ്ങനെ വന്നിട്ട് അവരാരും സംസാരിക്കുന്നില്ല, അവർ പ്രതികരിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണല്ലോ. അതെ, ഇനി ഒരു വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി. അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ അതാണ് അദ്ദേഹത്തിന്റെ ഊർജ്ജം. കാരണം യുവമാരൊക്കെ വിളിക്കുന്ന തെറികളാണ് അദ്ദേഹത്തിന് ബൂസ്റ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ വീഡിയോയുടെ സമ്മേളനത്തില് ട്രിവാൻഡ്രത്ത് വന്ന ഒരു സമ്മേളനത്തിൽ തന്നെയാണ് റീൽസ് ചെയ്തോണ്ടിരിക്കൂ, നെഗറ്റീവ് പബ്ലിസിറ്റി ചെയ്തോണ്ടിരിക്കൂ. അതേ ഒരു പ്ലേ ബുക്കാണ് ഇപ്പോൾ വിജയും പിടിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ. ഞാനും മോദിയാണെന്നുള്ളൊരു ഭാവത്തിൽ. മോദി ആകണമെങ്കിൽ മറ്റു പലതും വേണം. അത് മോദിജി പറയുന്ന പല ഡയലോഗുകളും അതേപോലെ കോപ്പി അടിച്ച് പറയുന്നുണ്ട്. നിർത്തിടാതുങ്ക എന്നും പറഞ്ഞു, റുക്നാമാത്
പക്ഷേ സോഷ്യൽ മീഡിയ അത് തൂക്കി. അതെ, അല്ല അതാ പറഞ്ഞത്, അത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ പറഞ്ഞു വന്നത് നരേന്ദ്രമോദി അദ്ദേഹത്തിന് ജനങ്ങളാണ് രാജാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. പക്ഷെ അത് സോഷ്യൽ മീഡിയ തൂക്കി. ഇത് മോദിജി പണ്ട് പറഞ്ഞ ഡയലോഗ്. ഇന്നലെ അസംബ്ലിയിൽ പറഞ്ഞ ഡയലോഗ് പോലും, ഒരു മക്കളോടെ പണം തൊടമാട്ടെ, തൊട വിടമാട്ടെ, തൊട്ടവനെയും വിടമാട്ടെ. ഇതെല്ലാം നരേന്ദ്രമോദി ഗുജറാത്ത് അസംബ്ലിയിൽ 14 കൊല്ലം മുമ്പ് വിട്ട സ്ക്രിപ്റ്റാണ് കേട്ടാ. അത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതെല്ലാം ഒരിക്കൽ മാത്രമേ അദ്ദേഹം വിഷമത്തോടു കൂടി അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആ മാതാവിനെ ബീഹാറിൽ അധിക്ഷേപിച്ചപ്പോൾ അതും ഒരിക്കൽ മാത്രമേ അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളൂ. പക്ഷേ വ്യക്തിപരമായ ആക്ഷേപങ്ങളെല്ലാം അദ്ദേഹം നിസ്സാരമായി കടന്നുപോകും. ഈ വീഡിയോയുടെ പ്രത്യേകത അതല്ല. ലോക നേതാക്കളെ വെച്ച് ഒരു അന്താരാഷ്ട്ര സമ്മേളനം നടക്കുന്നു, മറ്റൊരെണ്ണം നടക്കാനിരിക്കുന്നു, അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ഡീപ്പ് ഫേക്ക് വരുന്നത്. ആലോചിച്ച് നോക്കൂ, ഭാരതത്തിൻ്റെ പ്രതിച്ഛായ. അങ്ങനെയുള്ളൊരു സന്ദർഭം വന്നാൽ നരേന്ദ്രമോദി ആയിരിക്കും ആദ്യം ഈ ചെയ്തവനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ. കാരണം ഭാരതത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും സമവായത്തിനും തയ്യാറാവില്ല. അദ്ദേഹം തയ്യാറായാലും അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടാഭായി ഉണ്ട്. അങ്ങോട്ടൊക്കെ ഈ കാര്യങ്ങൾ എത്തിയാൽ ഈ ഡീപ് ഫേക്കിന്റെ ഒരു ഉറവിടം അടിവേര് മാന്തിപ്പറിച്ച് അങ്ങേര് കത്തിച്ചുകളയും. രാജ്യം പ്രഥമം, അതാണ് അവരുടെ. അതെ, കാരണം അങ്ങനെയുള്ളവരെ ഇത്തരത്തിൽ അപമാനിക്കുക എന്നുള്ളത് ശരിയാണ്. വ്യക്തി ആരാധന അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് വിരോധം, ഇതെന്തുകൊണ്ടാണെന്നൊന്ന് ചിന്തിക്കണം. കാരണം മോദി അവരുടെ ലക്ഷ്യമേ അല്ല. മോദി അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിൽ ഏറ്റവും വലിയ തടസ്സമാണ്. അതാണ് അവരുടെ ഈ വിരോധം. കാരണം അവരുടെ ലക്ഷ്യം ആത്യന്തികമായി ഞാനും അനീഷയും ഒക്കെയാണ്. അതിനിടയിലുള്ള ഒരു തടസ്സം മാത്രമാണ് മോദി. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഇത്രയും വിരോധവും. ഏത് രീതിയിലും അദ്ദേഹത്തെ ഒന്ന് അപമാനിച്ചാൽ ഒരു പ്രയോജനവും ഉണ്ടായില്ലെന്നറിഞ്ഞാൽ പോലും ഒരല്പം, ഒരു നിമിഷത്തെ മാനസിക സന്തോഷം, ഒരു മാനസിക വൈകൃതമായിട്ട് തന്നെ ഇത് വളർന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു കാര്യം. എനിക്ക് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ ഇപ്പം ഇസ്രായേൽ ഇറാൻ യുദ്ധമൊക്കെ യുദ്ധം വന്നപ്പോൾ, അല്ലെങ്കിൽ ഇറാൻ അമേരിക്ക യുദ്ധമൊക്കെ വന്നപ്പോൾ, ആ യുദ്ധം വന്ന സമയത്തൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡ് ആയിരുന്നു. അതായത് നമ്മൾ സമാധാനത്തോടെ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ഒറ്റ ഒരു വ്യക്തി കാരണമാണ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ട്രെൻഡ് ഇൻസ്റ്റഗ്രാമിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, ട്രെൻഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നരേന്ദ്രമോദി എന്ന ഒരാളെ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുമ്പോൾ ഇപ്പം യൂത്തൊക്കെ, ജെൻസികൾ, ആ ഒരു വാക്കാണ് പറയേണ്ടത്, ജെൻസികളൊക്കെ ഇപ്പം പ്രതികരിച്ചു തുടങ്ങി. ജെൻസികൾ ആലോചിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അവരധികം ഈ കൂലങ്കുഷമായി ചിന്തിക്കുന്ന വ്യക്തിത്വങ്ങളൊന്നും അല്ല. അവർക്ക് സമാധാനമായിട്ട് ജീവിച്ചു പോകണം. ഇത്രയും കുറേ ഇൻസ്റ്റാഗ്രാമിൽ ഫീഡിൽ റീൽസായിട്ട് വരുമ്പോൾ അവർ നോക്കുന്നത് ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സമാധാനമായിരിക്കുന്നു. തന്നെ വല്ല യുദ്ധത്തിലുള്ള മേജർ പ്ലേയേഴ്സ് ആരൊക്കെയാണ് അവർ നോക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക. ഈ 3 രാജ്യങ്ങളും നരേന്ദ്രമോദിയെ തെറി പറയുന്നില്ല എന്ന് മാത്രമല്ല, പുകഴ്ത്തുന്നുമുണ്ട്. രണ്ട് ഭാഗത്ത് നിൽക്കുന്നവരും ഇദ്ദേഹത്തെ പുകഴ്ത്തുന്നുണ്ട്. അപ്പോൾ ജെൻസി പറയും, ചേടാ അപ്പം അങ്ങേരിൽ എന്തോ ഉണ്ട്, ഈ പറയുന്നവനാണ് പ്രശ്നം. അതുകൊണ്ടാണ് അവർ പ്രതികരിക്കുന്നത്. അല്ലാതെ അവരിതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടൊന്നുമല്ല. വളരെ ഇന്ധനക്ഷാമം, ഈ യുദ്ധം നടന്ന സമയത്ത് ഇവിടെ ഇന്ധനക്ഷാമമൊക്കെ വരും എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഫേക്കായിട്ട്, പക്ഷെ നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നതായിട്ട് ഇവര് ചുമ്മാ പറഞ്ഞു പരത്തിയതല്ലാതെ. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് വട കഴിക്കാൻ പറ്റുന്നില്ല എന്ന് സുരേഷ് ഗോപിയുടെ പോസ്റ്റിന്റെ താഴെ പോയി പരാതി പറഞ്ഞുകൊണ്ട് അടുത്ത ഇവിടെയാണ് നമ്പർ തരൂ, പോലീസിനെ അറിയിക്കാമെന്ന് പറഞ്ഞപ്പോൾ പോസ്റ്റ് മുക്കി ഓഡിയോമാരാണ് ഈ പരാതി പറയുന്നത്. അതുപോലെ ഹോർമൂസിലൂടെ ഭാരതത്തിന് മാത്രമാണ് കടത്തിവിടെ ഒരു അനുവാദം അടച്ചിരുന്ന സമയത്ത് കടന്നുപോയ 10 കപ്പലിൽ 8 ഭാരതത്തിന്റെ. ഹോർമൂസ് ഇടയ്ക്ക് തുറന്നപ്പോൾ ആദ്യം കടന്നു വന്നത് ഭാരതത്തിന്റെ. ഇതിൽ കൂടുതൽ അങ്ങനെ എന്ത് ചെയ്യണം? അതെ, ഇതെല്ലാം ഒരേ ഒരാള് കാരണം, നമ്മുടെ തലൈവർ നരേന്ദ്ര ദാമോദർ. അതെ, അദ്ദേഹത്തിനെതിരെ അപ്പോൾ അത്തരത്തിലൊരു ഡീപ്പ് ഫേക്കും ഈ അപമാനവുമായിട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് പിന്നെ ഹൈന്ദവ വിശ്വാസികൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നരേന്ദ്രമോദിയിൽ നിന്ന് ഒട്ടും പ്രാധാന്യക്കുറവില്ല ഗംഗയ്ക്ക്. പ്രാധാന്യം കൂടുതലേ ഉള്ളൂ. നരേന്ദ്രമോദിയോട് ചോദിച്ചാലും അദ്ദേഹം അതേ പറയുള്ളൂ. അതിനുള്ള ചായയും ഇവിടെയും വേറെ വരുന്നുണ്ടെന്നേ. അത് നിങ്ങൾ ബുദ്ധിമുട്ടുകയൊന്നും വേണ്ട. UDFന്റെ ചെയർമാനായിട്ട് ഇനി തിഹാറിൻ്റെ അകത്തിരുന്ന് നമ്മുടെ റൌഫിൻ്റെ ഒക്കെ അടുത്തിരുന്ന് ഭരിക്കാം. അതിനുള്ള ചായയും ഇവിടെയും കിട്ടിക്കൊള്ളും. പക്ഷേ ഈ അൻസാരി കരിപ്പടി അങ്ങനെയല്ല. ഈ മാപ്പ് പറഞ്ഞതുകൊണ്ട് അയാളെ വിട്ടുകളയരുത്, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ വേണം. ഇനി മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ പേരില്ല വെട്ടേക്കെന്നുള്ള രീതിയിൽ ചിലർ
ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും. എന്തായാലും നമ്മൾ ഈ വിഷയം വിടാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഇനിയും നമ്മൾ മാത്രമല്ല, പൊതുജനങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണം. ഇതിന്റെ പിന്നാലെ തന്നെ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഇതിനൊരു കൃത്യമായ നടപടി സ്വീകരിക്കുന്ന വരെ നമ്മൾ ഇതിന്റെ പിന്നാലെ ഉണ്ട്. ഏതൊരു ഘട്ടത്തിൽ ഇത് തണുത്തു പോകുന്നു എന്ന് തോന്നിയാൽ അന്ന് ഞങ്ങൾ ഇത് ചൂടാക്കിയിരിക്കും, ഒരു സംശയവും വേണ്ട. എന്തായാലും ചേട്ടാ ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ ഇനിയും പുതിയൊരു വിഷയത്തില് പുതിയൊരു ചർച്ചയുമായിട്ട് വരും. നന്ദി, നമസ്തേ. അപ്പം മണ്ണൂരിനുള്ള ചായ മടയും വരണം കേട്ടാ. അപ്പം കാണാൻ നമസ്തേ. നമസ്തേ.